എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പഴം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പുട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാമ്പഴം കൊണ്ടും ചക്ക കൊണ്ടും ഒക്കെ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഇത് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് നല്ലൊരു പുട്ട് തയ്യാറാക്കാം. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക, കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്ബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടായിട്ട് ഒന്ന് കീറിയെടുക്കാം. ചില പഴത്തിൻ്റെ നടുക്കൊക്കെ ചെറിയൊരിങ്ങനെ കരികരിപ്പായിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിന് വേണ്ട. നമുക്കതിന് ശേഷം ആ നടുക്കുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് മാറ്റിക്കളയാം. അതിന് ശേഷം നമുക്ക് പഴമെല്ലാം ചെറുതായിട്ടൊന്ന് ഞുറുക്കിയെടുക്കാം. ചെറുതായിട്ട് ഞുറുക്കിയെടുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പഴം നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് ആവശ്യമുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടിക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടി ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പ് കലക്കി വെള്ളം ഒഴിക്കുന്നത്. ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും ഇന്ന് ചെയ്തപ്പോഴത്തേനും വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇടുന്ന അറിയാത്തവരും കാണുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് മാവ് ഉപ്പെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജാറ് കഴിയ വെള്ളവും എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം നല്ലപോലെ വെള്ളമെല്ലാം ഒന്ന് ഓഫ് ചെയ്തെടുത്ത് നല്ലപോലെ മാവ് ഇതായിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ പാലോ തേങ്ങാപ്പാലോ എന്തെങ്കിലും കുറച്ച് ചേർത്ത് വേണം നനച്ച്, അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവെല്ലാം കാണാമല്ലോ, നല്ലപോലെ വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വെള്ളം ആവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ പശുവിൻ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലപോലെ നമ്മളിത് ഒട്ടും കട്ടകളില്ലാതെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ്. ഈ പരുവത്തിന് വേണം മാവിരിക്കാൻ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ തേങ്ങ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതുപോലെ തേങ്ങ ആദ്യം ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരുപാട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ, വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ, എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം പുട്ടുകുറ്റിയിൽ മാവ് നിറച്ച് നമുക്ക് ആവി കയറ്റി എടുത്താൽ നല്ല അടിപൊളി പഴം പുട്ടിവിടെ റെഡിയാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ പുട്ടുകുറ്റി മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ആവി വരട്ടെ. ഒരു 7-8 മിനിറ്റ് ആവി വന്നാൽ നമ്മുടെ പുട്ട് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകത്തില്ല. നല്ല സോഫ്റ്റ് പുട്ടാണ്. അതുപോലെ തന്നെ ഈ പഴത്തിൻ്റെ ഫ്ലേവറെല്ലാം അതിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെ വീണ്ടും കാണാൻ പറ്റിയതിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.